നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വിഷമത്തിലൊക്കെ ഇരിക്കുന്നവർ ഒരു കാര്യം പ്രത്യേകമായി ഓർക്കുക, നിങ്ങളുടെ സമയവും ഒരിക്കൽ വന്നു ചേരുന്നതാണ്. ശുഭാപ്തി വിശ്വാസത്തോട് നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്തുകൊള്ളുക. തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒരിക്കൽ ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും. അത് തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. നിരവധി ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ മെസ്സേജുകളായിട്ട് പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുന്നതിനും മറ്റുമായി അയക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ആഴം ഞാൻ തീർച്ചയായും ഉൾക്കൊള്ളുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളായി ഉൾക്കൊണ്ടുകൊണ്ട് എപ്പോഴും എൻ്റെ പ്രാർത്ഥനകളിലുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായി അറിയിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും എത്രയും വേഗം പരിഹരിക്കപ്പെട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇനി നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിത വിജയത്തിന് ആവശ്യമായ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. നമ്മൾ ഈ കാർത്തിക നക്ഷത്രക്കാരെ പറ്റി അഗ്നിയുടെ തേജസ്സുള്ള ആത്മീയ പോരാളികൾ എന്ന് പൊതുവെ പറയാറുണ്ട്. അതായത് വേദജ്യോതിഷത്തിൻ്റെ ആകാശപ്പരപ്പിൽ കാർത്തിക നക്ഷത്രം യഥാർത്ഥത്തിലൊരു പരിവർത്തനത്തിൻ്റെ പ്രകാശഗോപുരമായി നിലകൊള്ളുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഈ നക്ഷത്രത്തിൻ്റെ ഭരണാധികാരി സൂര്യനും ഈ നക്ഷത്രത്തിൻ്റെ ദേവൻ അഗ്നിദേവനുമാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പ്രധാന കരുത്തുകളെ നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് തേജസ്സാണ്, അതായത് അഗ്നിയാണല്ലോ. അപ്പോൾ ഏറ്റവും കൂർമ്മതയുള്ള ഒരു ബുദ്ധിയും അതോടൊപ്പം തന്നെ ഏതൊരു അശുദ്ധിയും ദഹിപ്പിക്കാനുള്ളൊരു കഴിവും, ഉരുകിപ്പഴുത്ത സ്വർണം പോലെ ഭ്രമങ്ങളെല്ലാം നീക്കി പരമമായ സത്യം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ആ അഗ്നിയുടെ ഒരു സ്വഭാവ സവിശേഷതകൾ ഈ കാർത്തിക നക്ഷത്രത്തിൽ ഉള്ളവർക്കുണ്ട്. അതായത് ഏതൊരു അശുദ്ധിയെയും ദഹിപ്പിക്കാനുള്ള കഴിവും അങ്ങനെയാണ്. അതായത് ഉരുകിപ്പഴുത്ത സ്വർണം പോലെ ഭ്രമങ്ങളെല്ലാം നീക്കി പരമമായ സത്യം. അപ്പോൾ ഈ സ്വർണം ശുദ്ധീകരിക്കുന്നത് അത് ഉരുകിയിട്ടാണല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ അവരുടെ ചുറ്റുപാടും ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് പ്രകാശം പകരാനും ഒക്കെ വളരെയധികം കഴിവുള്ള ആളുകളാണ് ആയിരിക്കും. അത് നമുക്ക് ഈ കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട ആളുകളെ ശ്രദ്ധിച്ചാൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ പരിചയത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ, നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരെ ഈ കാര്യം ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ അവർക്ക് ഉപകാരപ്രദമായിരിക്കും. അത് അവർക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അതോടൊപ്പം തന്നെ മൂർച്ചയുള്ള ഒരു ബുദ്ധി, സങ്കീർണമായ പ്രശ്നങ്ങളെപ്പോലും നിമിഷ നേരം കൊണ്ട് വിശകലനം ചെയ്യാൻ കാർത്തികയുടെ മൂർച്ചയുള്ള മനസ്സിന് പറ്റും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ഒരു വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ നിങ്ങളിത് അറിഞ്ഞിരുന്നാൽ കുറച്ച് നല്ലതായിരിക്കും. ദേവസേനാധിപനായ കാർത്തികേയൻ ധർമ്മത്തെ സംരക്ഷിക്കാൻ ജനിച്ചതുപോലെ പ്രിയപ്പെട്ടവർക്കും തങ്ങളുടെ തത്വങ്ങൾക്കും വേണ്ടി പോരാടുവാൻ നിങ്ങളെപ്പോഴും മുമ്പിലുണ്ടാവും. അതിന് നിങ്ങളുടെ ഈ കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു വലിയൊരു പ്രത്യേകത. അതായത് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ സത്യത്തിന് വേണ്ടിയിട്ട്, ഇതിന് രണ്ടിനും വേണ്ടി പോരാടുന്ന ഒരു പോരാളിയെ പോലെ ആയിരിക്കും നിങ്ങളെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നേതൃഗുണം, നേതൃപാഠവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ജന്മനാലെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ രക്ഷകർത്താക്കളൊക്കെ കുട്ടികൾ ഈ നക്ഷത്രത്തിലുള്ളവരാണെങ്കിൽ അവരുടെ കരിയർ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും അതൊന്ന് മനസ്സിൽ വെച്ചാൽ നന്നായിരിക്കും. ഇനി പ്രശസ്ത വ്യക്തിത്വങ്ങളൊക്കെ നമുക്ക് നോക്കിയാലും കാർത്തിക നക്ഷത്രക്കാരിയായിരുന്നു നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. അവരുടെ ഇച്ഛാശക്തിയും അതോടൊപ്പം തന്നെ അയൺ ലേഡി എന്നുള്ള ഖ്യാതിയുമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അത് ആ കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യത്തെ കാട്ടിത്തരുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നിഴൽ വശങ്ങളെ വെളിച്ചമാക്കുക. അതായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളിലുള്ള അവ്യക്തതകൾ നീക്കി അവിടെ വ്യക്തത കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേകമായ ഒരു കഴിവുണ്ട്. പ്രത്യേകിച്ച് ജോലിയിലും മറ്റുമൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാനോ അല്ലെങ്കിൽ അവ്യക്തമായി കിടക്കുന്ന കാര്യങ്ങൾക്കൊരു വ്യക്തത കൊണ്ടുവന്ന് അതിനെ പുനരുജ്ജീവിപ്പിച്ചെടുക്കാനോ ഒക്കെയുള്ള നിങ്ങളുടെ ഒരു കഴിവ്, അല്ലെങ്കിൽ അത് ശുദ്ധീകരിച്ചെടുക്കാനോ ഒക്കെയുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ജന്മസിദ്ധമായിട്ട് തന്നെ ഉണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജോലിയിലൊക്കെ വളരെയധികം സഹായിക്കും. അപ്പോൾ ഏതൊരു വലിയ അഗ്നിജ്വാലയിലും ഒരു ചെറിയ പുകയൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ കണക്ക് നിങ്ങളുടെ ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറഞ്ഞത് ക്ഷമയില്ലായ്മയും മൂർച്ചയേറിയ സംസാരവുമാണ്. അതായത് സത്യം നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും, അത് നിങ്ങളുടെ പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും, നിങ്ങൾ പതുക്കെ നീങ്ങുന്ന ആളുകളോട് നിങ്ങൾക്ക് ദേഷ്യം വരും. അപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളൊരു നേതൃസ്ഥാനത്തേക്കൊക്കെ ഉയരുമെങ്കിലും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വാക്കുകൾക്ക് ഒരല്പം മൂർച്ചയുണ്ടായിരിക്കും. അത് ചിലപ്പോൾ നിങ്ങളിൻ്റെ കൂടെയുള്ള ആളുകൾക്ക് വേഗത പോരാ എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ മൂർച്ചയുള്ള വാക്കുകൾ അവർക്കെതിരെ ഉപയോഗിക്കുമ്പോൾ അവർക്കത് വിഷമമായിട്ട്
തോന്നിയേക്കാം. അപ്പോൾ അത് ഈ പങ്കാളികളും മറ്റുമൊക്കെ ജീവിത പങ്കാളി ഈ നക്ഷത്രത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ ഈ ഒരു കാര്യം അവർ അറിഞ്ഞിരുന്നാൽ അതൊന്ന് വളരെ അവർക്ക് ഉപകാരപ്പെടും. അതിനനുസരിച്ച് പെരുമാറാനും അല്ലെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ സംഭവിക്കും. അതോടൊപ്പം തന്നെ കാർത്തിക നക്ഷത്രക്കാർ ഇത് അറിഞ്ഞിരുന്നാൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു അവരുടെ വാക്കുകളിൽ ഒരല്പം മിതത്വം കൊണ്ടുവരാനൊക്കെ അവർ ശ്രമിക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ തീയുടെ കാര്യം എങ്ങനെയാണ്, അതിന് ഭക്ഷണം പാകം ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം, വെളിച്ചത്തിന് വേണ്ടി തീ ഉപയോഗിക്കാം, പക്ഷെ അത് ഒരു വസ്തുവിന് തീ കൊടുക്കാനും ഉപയോഗിക്കാമല്ലോ. അതൊരു പ്രശ്നമാണ്. അപ്പം അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള വശവും അതുകൊണ്ട് സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു കാട്ടുതീയാകരുത്, മറിച്ച് ലോകത്തിന് വെളിച്ചം നൽകുന്നൊരു വിളക്കായിട്ട് പ്രവർത്തിക്കാൻ എപ്പോഴും ശ്രമിക്കണം എന്നുള്ളതാണ്. അതാ ഒരുപക്ഷെ അതാണ് നിങ്ങളുടെ ഒരു ബലഹീനതയായിട്ട് പറയാൻ പറ്റുന്നത്. ഈ പ്രമുഖ ചൈനീസ് ചിന്തകനായിരുന്ന ലാവോ സു ഒരിക്കൽ പറഞ്ഞ ഒരു വാക്ക് ഉണ്ട്: ഏറ്റവും മികച്ച പോരാളി ഒരിക്കലും ദേഷ്യപ്പെടാറില്ല. അതൊരു വളരെ ചിന്തനാത്മകമായ വാക്കുകളാണ്. അപ്പോൾ അത് നിങ്ങൾ ഇടയ്ക്കൊന്ന് ഈ ലാവോസുവിൻ്റെ വാക്കുകൾ ഇടയ്ക്കൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അതായത് ഏറ്റവും മികച്ച പോരാളി ഒരിക്കലും ദേഷ്യപ്പെടാറില്ല. അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കോപം അല്ലെങ്കിൽ ക്രോധം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയെ ക്ഷയിപ്പിക്കുന്ന ഒന്നാണെന്ന് പല പുരാണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആണ് അതിൻ്റെ കാര്യം. ഇനി വിജയത്തിൻ്റെ മേഖലകളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. നേതൃപാഠവും കൃത്യതയും ആവശ്യമുള്ള മേഖലകളിൽ കാർത്തിക നക്ഷത്രക്കാർ വലിയ വലിയ വിജയങ്ങൾ തീർച്ചയായിട്ടും കൈവരിക്കും. അതായത് അധ്യാപനം, ഗവേഷണം, അതുപോലെ നിയമപാലനം, നിങ്ങൾക്കൊരു അഡ്വക്കേറ്റോ അല്ലെങ്കിൽ ജഡ്ജിയോ ഒക്കെ ആയിട്ട് വരാം. അതുപോലെ മിലിറ്ററി, അതുപോലെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വളരെയധികം വിജയിക്കും. കാരണം നിങ്ങളുടെ ഈ നേതൃപാഠവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അതിസൂക്ഷ്മത അത് ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളെ വളരെ സഹായിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പരിവർത്തനത്തിൻ്റെ ഒരു കലയും നിങ്ങൾക്ക് വഴങ്ങും. അതായത് നിങ്ങൾക്ക് അഗ്നിയുമായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നല്ല മികച്ച ഷെഫാകാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു മികച്ച സർജനാകാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കലാകാരനാകാൻ പറ്റും. അതെല്ലാം നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അത് നിങ്ങളുടെ കുട്ടികളൊക്കെ ഈ ഒരു നക്ഷത്രത്തിലുള്ളവരുണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളെ, കരിയർ സംബന്ധമായ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ ഇതൊന്ന് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അതിനുമായിട്ട് അനുയോജ്യമായ രീതിയിൽ അവരെ സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. നിങ്ങൾ ഒരു ഇതിഹാസ ചിത്രകാരി അമൃത ഷെർഗിലിനെ കുറിച്ച് കേട്ട് കാണുമായിരിക്കും. അവർ ഒരു കാർത്തിക നക്ഷത്രക്കാരിയായിരുന്നു. അവരുടെ ചിത്രങ്ങളെല്ലാം ശ്രദ്ധിച്ച് കാണുമായിരിക്കും. അത് ആ ഒരു തൻ്റെ ഉള്ളിലെ ആ ഒരു തീഷ്ണതയൊക്കെ അവരുടെ ക്യാൻവാസുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട ആളുകളുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. അതായത് ഇവർക്ക് സൂര്യമഹാദശ കാലഘട്ടത്തിലാണ് വ്യാഴം 10-11 ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴുമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ തിളക്കം ജീവിതത്തിലുണ്ടാകുന്നത്. ജീവിതത്തിൽ 30 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ള കാലം ഒരു അഗ്നിപരീക്ഷ പോലെ തോന്നും അവർക്ക്. അതിനുശേഷമാണ് നിങ്ങൾ വിജയത്തിൻ്റെ കിരീടം ചൂടുക. അതായത് നിങ്ങൾക്കൊരു ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരല്പം എൻ്റെ ജീവിതത്തിന് വേഗത പോരാ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഒരു 45 വയസ്സിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെ വലിയ ഉന്നമനം. പ്രത്യേകിച്ച് ഈ 30 വയസ്സിനും 45 വയസ്സിനും നിങ്ങൾ നേരിട്ട ഈ അഗ്നിപരീക്ഷ നിങ്ങളെ വൻ വിജയങ്ങൾ 45 വയസ്സിന് ശേഷം കരസ്ഥമാക്കാൻ നിങ്ങളെ സഹായിക്കുക. അപ്പോൾ ആ ഒരു പ്രായപരിധിയിലൊക്കെയുള്ള ആളുകൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ ഒരു കാലമാണിപ്പോൾ. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഊർജ്ജത്തോടുകൂടി നിങ്ങളതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക. അത് നിങ്ങളുടെ കൈപ്പിടിയിൽ തീർച്ചയായിട്ടും ഒതുങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇതിഹാസങ്ങളിലെ ഒരു പാഠം നോക്കിയാൽ നമുക്ക് മഹാഭാരതത്തിലെ കർണൻ്റെ കഥ നോക്കുക. സൂര്യപുത്രനായ കർണൻ്റെ ജീവിതം വളരെ കഷ്ടപ്പാടിൽ നിറഞ്ഞതായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ദാനഗുണവും വിശ്വസ്തതയുമാണ് അദ്ദേഹത്തെ ഒരു അമരക്കാരനാക്കിയത്. അദ്ദേഹം കാത്തിരുന്നെങ്കിലും അദ്ദേഹം പിന്നീട് വളരെ വലിയൊരു പോരാളിയായി അദ്ദേഹം ഇന്നും അറിയപ്പെടുന്നുണ്ട്, അല്ലേ? അതായത് നിങ്ങളുടെ ഒരു ഗുണപാഠം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കുന്നത് മാത്രമല്ല, അത് ആ നേട്ടം മറ്റുള്ളവർക്ക് നൽകുന്നതിലും നിങ്ങൾക്കൊരു കാര്യമുണ്ടെന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം പകരാൻ നിങ്ങളുടെ അഗ്നി ഉപയോഗിക്കുമ്പോൾ, അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ അഗ്നി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ അഗ്നി നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം പകരാൻ ഉപയോഗിക്കുമ്പോഴും കൂടിയാണ് നിങ്ങളുടെ ഐശ്വര്യം നിങ്ങൾക്കത് 10 മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ഓർത്തുകൊള്ളുക. നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ പോരാ, നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിലും ഒരല്പം ഇടപെട്ട് അവരുടെ ജീവിതത്തിലും വെളിച്ചം പകരാനോ അല്ലെങ്കിൽ അഡ്വൈസുകൾ കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കൊടുക്കുകയൊക്കെ ചെയ്ത് മറ്റുള്ളവരെ കൈപിടിച്ച് ഉയർത്തുകയും കൂടെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഒരു അനുഗ്രഹമായിട്ട് വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ 10 മടങ്ങ് ഉത്കർഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും, ഉയർച്ച. അപ്പോൾ അത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്തുകൊള്ളുക. അപ്പോൾ അതിനുള്ള കഴിവ് നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ
ഈ കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ രാഷ്ട്രീയ രംഗത്തൊക്കെ വന്നാൽ തീർച്ചയായിട്ടും അവർക്ക് ജനങ്ങൾക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. എന്ന് മാത്രമല്ല, അവർ എത്ര കാലം കഴിഞ്ഞാൽ അവർ ചെയ്ത കാര്യങ്ങൾ ആ അവർ അവരെ കൊണ്ട് ഉപകാരപ്പെട്ട ജനങ്ങളുടെ മനസ്സുകളിൽ അവരെന്നും ഉണ്ടാവും. അവർ സൽകീർത്തിയോടുകൂടി അവർ 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 ചിരകാലം അവരവിടെ ഉണ്ടാവും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ. ഇനി ആരോഗ്യവും ഉന്മേഷവും അഗ്നിമൂലകമായതിനാൽ ശരീരത്തിലെ പിത്തം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് തണുപ്പേകുന്ന ശീലങ്ങൾ, അമിതമായി ഈ പറഞ്ഞ എരിവടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. അതായത് ഈ പുതിനയില, മല്ലിയില എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കുകയുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ അഗ്നി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ചൂട് നിയന്ത്രിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ രക്തസമ്മർദ്ദം, ദേഷ്യമൊക്കെ ചിലപ്പോൾ ഉണ്ടാകും, ഈ ഹീറ്റ് കാരണമാണ്. അപ്പോൾ അതിന് പ്രാണായാമമൊക്കെ ശീലിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ഈ പൂർണ്ണചന്ദ്രനൊക്കെ ഉള്ള സമയങ്ങളിലൊക്കെ ജലാശയങ്ങൾക്ക് അല്ലെങ്കിൽ പൂളുകളോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അരികിൽ പോയിട്ട് സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രോഗ്രസീവായിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിരിക്കും തീർച്ചയായിട്ടും. അതോടൊപ്പം നിങ്ങളുടെ അനുയോജ്യമായൊരു ജീവിത പങ്കാളി ആരാന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഉള്ളിൽ അഗ്നിയെ കെടുത്താത്ത എന്നാൽ അതിൽ കരിഞ്ഞു പോകാത്തൊരു പങ്കാളിയാണ് നിങ്ങൾക്ക് ആവശ്യം. അതാണ് നമുക്ക് വേണമെങ്കിൽ അത് പറയാവുന്നത്. അതായത് നിങ്ങളുടെ ഒരു പങ്കാളി എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഊർജ്ജസ്വലതയെ കെടുത്തിക്കളയുന്ന അല്ലെങ്കിൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും സഹായിക്കാൻ പോയാൽ അല്ലെങ്കിൽ നിങ്ങൾ നൂതനമായ ആശയങ്ങളൊക്കെ നടപ്പാക്കാൻ പോകുമ്പോൾ അവർ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഇത് വരും. അപ്പോൾ അതിന് പറ്റിയ നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു പങ്കാളിയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുണ്ടാവുക. എന്നാൽ വേറൊരു കാര്യമുണ്ട്, അവർ തീരെ സാധുക്കളായി പോയാൽ ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു അഗ്നിയിൽ അവർ കരിഞ്ഞു പോകും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ദേഷ്യമൊക്കെ കണ്ടിട്ട് അവർക്ക് ഒരു പക്ഷേ ഭയങ്കര മാനസിക പ്രശ്നങ്ങളുണ്ടാവാം ചിലപ്പം. അല്ലെങ്കിൽ അവർക്കത് നിങ്ങളെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്താം. അത് നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങളുടെ ആ ഉള്ളിലെ അഗ്നിയെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിർത്തണം. അല്ലെങ്കിൽ അത് ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്കൊരു സംരക്ഷണം എന്നുള്ളതുപോലെ തന്നെ അഗ്നിക്ക് കരിക്കാനുമുള്ള കഴിവുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ല രീതിയിലുള്ളൊരു ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരെയും കൂടെ ഒന്ന് അറിയിക്കൂ. അത് അവർക്ക് വളരെ അവരുടെ ജീവിതത്തിൽ വിജയം നേരിടാൻ ഈ ഒരു കാര്യം അവർ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. അതാണ് ഈ ചന്ദ്ര ഊർജ്ജമുള്ളൊരു വ്യക്തിയായിരിക്കണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ ഈ കാർത്തികയ്ക്ക് നക്ഷത്രക്കാർക്ക് ഒരിക്കലും കള്ളത്തരങ്ങൾ സഹിക്കാൻ പറ്റില്ല. അതിനാൽ നിങ്ങളുടെ പങ്കാളി ഒരു സത്യസന്ധനായ ഒരാളായിരിക്കണം നിങ്ങളുടെ പങ്കാളി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടാകും. കാരണം നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ കള്ളത്തരം കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അതായത് ഈ സ്വാമി വിവേകാനന്ദൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹം ഒരു വിജയം ഇത് നോക്കുകയാണെങ്കിൽ ഒരു വിജയമന്ത്രമായിട്ട് വേണമെങ്കിൽ പറയാം. എഴുന്നേൽക്കൂ, ഉണരൂ, ലക്ഷ്യം കാണുന്നതുവരെ വിശ്രമിക്കാതിരിക്കൂ. അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വഭാവത്തിന് വളരെ യോജ്യമായൊരു വാക്കുകളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവർ ലക്ഷ്യം കാണുന്നവരെ വിശ്രമിക്കാത്ത ആളുകളാണ്. അങ്ങനെയാണ് അവരുടെ കാര്യം. അതോടൊപ്പം തന്നെ പഴയ കാര്യങ്ങളിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വെട്ടിമാറ്റി ഉള്ളിൽ ഉത്തമമായൊരു ശില്പത്തെ പുറത്തെടുക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ട്. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ചൂടിനെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ നിയോഗം രൂപപ്പെടുത്താനുള്ളൊരു ഊർജ്ജമാണത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അംബീഷ്യസ് ആയിരിക്കും നിങ്ങൾ. അപ്പോൾ എല്ലാവർക്കും തോന്നും ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നൊക്കെ നമുക്ക് തോന്നും. കാരണം വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് സംശയം തോന്നും, ഇവർക്ക് ഇതൊക്കെ സാധിക്കുമോ. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അതല്ല, അതിലപ്പുറവും സാധിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ കഴിവ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികളൊക്കെ എന്തെങ്കിലും വളരെ നല്ല ഇപ്പോൾ പഠനകാര്യത്തിലൊക്കെ എന്തെങ്കിലും ഉന്നത ലക്ഷ്യങ്ങൾ അവർക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരെ നിരാശപ്പെടുത്തരുത്. അവർക്ക് അതിനുള്ള കഴിവുണ്ട്. എന്തെങ്കിലും ലക്ഷ്യങ്ങൾ കൈവരിക്കാനൊക്കെ അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് കഴിയുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവരെ കുറച്ച് കാണരുത് ഒരിക്കലും. അവരൊക്കെ അതിനുള്ള പവർ അവർക്കുണ്ട്. അതാണ് അതിൻ്റെ കാര്യം. ഇനി നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്. അതിലൊന്ന് പ്രഭാതവന്ദനം, അതുപോലെ സൂര്യന് അർഘ്യം കൊടുക്കുന്നത് ഒക്കെ നിങ്ങളുടെ ഊർജ്ജത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ മറ്റൊരു കാര്യം വളരെ പ്രധാനമായിട്ട് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഈ കാർത്തിക നക്ഷത്രക്കാരുടെ വാക്കിന് കുറച്ച് മൂർച്ചയൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സമൂഹ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിലൊക്കെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞേ അടങ്ങുന്നില്ല, നിങ്ങളൊരല്പം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അത് ആവശ്യമാണോ എന്ന് ഒന്നുകൂടെ ചിന്തിക്കുക. എന്നിട്ട് വേണമെങ്കിൽ മാത്രം പറയുക. അല്ലെങ്കിൽ ചിലപ്പോൾ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. കാരണം നിങ്ങളുടെ
ഉം, വാക്കുകൾക്കിടെ മൂർച്ച വലിയ ആളുകൾ തമ്മിൽ വ്യക്തിബന്ധങ്ങൾക്ക് കോട്ടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ വാക്കുകളിൽ ഒരല്പം മധുരം പുരട്ടുവാൻ നിങ്ങൾ ശീലിക്കുന്നത് നിങ്ങളുടെ ജീവിതം സുഗമമാക്കുവാൻ നിങ്ങളെ സഹായിക്കും. അതായത് നിങ്ങളെ തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച വലിയ പ്രോജക്റ്റുകളൊക്കെ നിങ്ങളൊന്നും മാറ്റി വയ്ക്കേണ്ട, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. അതിപ്പോൾ തന്നെ ആരംഭിച്ചോളൂ. പ്രപഞ്ച യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രകാശത്തിനായിട്ട് കാത്തിരിക്കണം. അതായത് നിങ്ങൾ ആ പദ്ധതി നടപ്പിലാക്കി അതിൽ നിന്നുണ്ടാകുന്ന വെളിച്ചത്തിന് വേണ്ടി ലോകം കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ച ശക്തികൾ നിങ്ങളുടെ കൂടെ നിൽക്കും. അപ്പം അതൊക്കെയാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിത വിജയത്തിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് നിങ്ങളുടെ ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് അറിയിക്കുക, ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ. ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിരവധി പ്രേക്ഷകർ അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വിശകലനങ്ങൾക്കായിട്ടും മറ്റും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താറുണ്ട്. ഞാൻ തീർച്ചയായും കഴിവതും വേഗം അതിനെല്ലാം മറുപടി വിശദമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ചില പ്രേക്ഷകർ അതിനുള്ളൊരു ഇമെയിൽ സംവിധാനം കൂടി ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ പ്രശ്നങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവരത് കാണുന്നതോടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയച്ചാലും മതി. ഞാൻ തീർച്ചയായിട്ടും അത് നോക്കി റിപ്ലൈ ചെയ്തോളാം. ഇനി യാഹുവിൽ നിന്നൊക്കെയാണ് അയക്കണമെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ എൻ്റെ റിപ്ലൈ ചിലപ്പോൾ സ്പാം മെയിൽ ബോക്സിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ ആ സ്പാം മെയിൽ ബോക്സ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങൾ ഇട്ടാലും മതി. ഞാൻ തീർച്ചയായിട്ടും നോക്കി കഴിവതും പെട്ടെന്ന് തന്നെ അതിന് മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതെല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ എത്രയും വേഗം പരിഹരിക്കപ്പെട്ട് സന്തോഷകരമായ ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുന്നു.